Hello friends, welcome back to my channel Tips and Tricks. കേരള സർക്കാരിന് കീഴിലുള്ള കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനിലെ ഒഴിവുകളെ പറ്റി സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കേരള സർക്കാരിന് കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. ഇപ്പോൾ ഒഴിവുകൾ വിളിച്ചിരിക്കുന്നത് അരുവിക്കരയിലെ വാട്ടർ ബോട്ട്ലിംഗ് പ്ലാന്റിലേക്കാണ്, തിരുവനന്തപുരം ജില്ല. അപ്പോൾ വിളിച്ചിരിക്കുന്ന ഒഴിവുകൾ: ഒന്നാമത്തെ തസ്തിക അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓപ്പറേഷൻസ് ആൻഡ് മെയിൻ്റനൻസ്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ ബിടെക് ഇൻ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ഓർ കെമിക്കൽ. എക്സ്പീരിയൻസ് 1 വർഷത്തെ എക്സ്പീരിയൻസ് അനിവാര്യമാണ്. ഏജ് ലിമിറ്റ് 40 വയസ്സിന് താഴെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഈ തസ്തികയിലേക്ക്. അപ്പോൾ പറ്റുന്ന ഉദ്യോഗാർത്ഥികളെല്ലാം അപ്ലൈ ചെയ്യുക. അടുത്ത തസ്തിക വിളിച്ചിരിക്കുന്നത് ജനറൽ ഫോർമാൻ വിഭാഗത്തിലാണ്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ITI ഇൻ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, കെമിക്കൽ എഞ്ചിനീയറിംഗ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഡിപ്ലോമ ഹോൾഡേഴ്സിന് 2 വർഷവും ITI ഹോൾഡേഴ്സിന് 3 വർഷവും എക്സ്പീരിയൻസ് ആവശ്യമാണ്. ഏജ് ലിമിറ്റ് ബിലോ 45 ഇയേഴ്സ് ആണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ തസ്തിക സ്റ്റോർ കം സെയിൽ ഇൻചാർജ്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഇൻ സയൻസ് ഓർ കൊമേഴ്സ് ആണ്. 3 വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ്. 45 വയസ്സിന് താഴേക്കുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത് വിളിച്ചിരിക്കുന്നു ഓപ്പറേറ്റർ പോസ്റ്റിലേക്ക്. ITI ഹോൾഡേഴ്സ് പാസ്ഡ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ മെക്കാനിക്കൽ, ഫിറ്റർ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, റെഫ്രിജറേഷൻ ട്രേഡ്, അല്ലെങ്കിൽ VHSC ഇൻ കെമിക്കൽ ഓർ ഇലക്ട്രിക്കൽ. ഇത് 35 വയസ്സിന് താഴേക്കുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ്. അടുത്ത് വിളിച്ചിരിക്കുന്നു ഫോർക്ക് ലിഫ്റ്റ് ബാർ സ്റ്റാക്കർ ഓപ്പറേറ്റേഴ്സ്. ഫോർക്ക് ലിഫ്റ്റ് ബാർ സ്റ്റാക്കർ ഓപ്പറേറ്റേഴ്സ്. ക്വാളിഫിക്കേഷൻ പാസ് VHSC or 12th standard, having valid driving license to operate light or medium type vehicle. VHSC പാസ്സായിരിക്കണം, അല്ലെങ്കിൽ 12ാം ക്ലാസ് പാസ്സായിരിക്കണം. പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് വേണം ടു ഓപ്പറേറ്റ് ലൈറ്റ് ഓർ മീഡിയം ടൈപ്പ് വെഹിക്കിൾസ്. ഓക്കെ, അതിന്റെ എക്സ്പീരിയൻസ് ഇൻ ഓപ്പറേറ്റിംഗ് ഫോർക്ക് ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യാനുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഏജ് ലിമിറ്റ് 35 വയസ്സിന് താഴേക്കുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അടുത്ത് വിളിച്ചിരിക്കുന്ന പോസ്റ്റ് ഇലക്ട്രീഷ്യൻ. ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ പാസ്സായിരിക്കണം. 2 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ്. 40 വയസ്സിന് താഴേക്കുള്ളവർക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. വർക്കേഴ്സ് പോസ്റ്റിലേക്ക് ക്വാളിഫിക്കേഷൻ 9ാം ക്ലാസ് മതി. പക്ഷേ ഫിസിക്കലി ഹെൽത്തി ആൻഡ് വില്ലിംഗ് ടു ഡു ഓൾ ടൈപ്സ് ഓഫ് ജനറൽ വർക്ക് ലൈക്ക് പ്രോഡക്റ്റ് ഹാൻഡ്ലിംഗ്, സ്റ്റാക്കിംഗ്, അസിസ്റ്റിംഗ് ഇൻ പ്ലാന്റ് ഓപ്പറേഷൻ, ലോഡിംഗ് ഇൻ ട്രക്ക് എക്സെട്ര. അപ്പോൾ ഫിസിക്കലി ഹെൽത്തിയും വില്ലിങ്ങും ആയിട്ടുള്ള ആൾക്കാർക്കായിരിക്കും ഈ അവസരം. 9ാം ക്ലാസ് മതി മിനിമം ക്വാളിഫിക്കേഷൻ. പിന്നെ ഇതിന്റെ ഏജ് ലിമിറ്റ് പറയുകയാണെങ്കിൽ 32 വയസ്സിന് താഴേക്കുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പർ ഏജ് ലിമിറ്റ് 32 വയസ്സാണ്. ഇതിന്റെ കണ്ടീഷൻസ് പറയുന്നത് എഴുതാനും വായിക്കാനും സംസാരിക്കാനും, ഇംഗ്ലീഷും മലയാളവും എഴുതാനും വായിക്കാനും സംസാരിക്കാനും കഴിയണം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്? പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ 1 മുതൽ 7 വരെയുള്ള പോസ്റ്റിന് അപ്ലൈ ചെയ്യുന്ന ആൾക്കാർ ഈ വാട്ടർ ബോട്ട്ലിംഗ് പ്ലാന്റ് അരുവിക്കരയിലെ വാട്ടർ ബോട്ട്ലിംഗ് പ്ലാന്റിന് 8 കിലോമീറ്ററിന് അകത്ത് താമസിക്കുന്ന ആൾക്കാരായിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന അഡ്രസ്സിലേക്കാണ് ആപ്ലിക്കേഷൻസ് സമർപ്പിക്കേണ്ടത്. ടു ദ മാനേജിംഗ് ഡയറക്ടർ, കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, പറവട്ടി, TC 36/1, NH 66 സർവീസ് റോഡ്, ഈഞ്ചക്കൽ ജംഗ്ഷൻ, ചാക്ക, PO, തിരുവനന്തപുരം. ഈ അഡ്രസ്സിലേക്കാണ് ആപ്ലിക്കേഷൻസ് ലഭിക്കേണ്ടത്. ലാസ്റ്റ് ഡേറ്റ് 25/5/2020, 5 മണിക്ക് മുന്നേ ആപ്ലിക്കേഷൻസ് സമർപ്പിക്കേണ്ടതാണ്. കോൺട്രാക്ട് ബേസിലെ നിയമനങ്ങളാണ്. നിയമനങ്ങൾ ഇന്റർവ്യൂ വഴിയാണ്. അപ്പോൾ നിങ്ങൾ സമർപ്പിക്കുന്ന ഡേറ്റാസ് കറക്റ്റ് ആണെങ്കിൽ ഇന്റർവ്യൂ വഴിയായിരിക്കും നിയമനങ്ങൾ നടത്തുക. സെപ്പറേറ്റ് ആപ്ലിക്കേഷൻസ് ഷുഡ് ബി സബ്മിറ്റഡ് ഫോർ ഈച്ച് പോസ്റ്റ് അപ്ലൈഡ്. ഓരോ പോസ്റ്റിനും ഓരോ ആപ്ലിക്കേഷനായിട്ട് സമർപ്പിക്കേണ്ടതാണ്. അവസാന തീയതി മറക്കണ്ട, 25/5/2020, 5 മണിക്ക് മുന്നേ ആപ്ലിക്കേഷൻസ് എത്തിച്ചേരേണ്ടതാണ്. അപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവർ എല്ലാവരും അപ്ലൈ ചെയ്യുക, മിസ് ചെയ്യരുത്. ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്